കാവ്യശാസ്ത്രത്തിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5, പേജ് നമ്പർ 18. ജീവൻ और काव्य के संबंध पर പ്രകാശ് ഡാലി. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു, കുറച്ച് ടഫായിട്ടുള്ള, നമ്മൾ നേരത്തെ ഭാഷാശാസ്ത്രം പഠിച്ചു, ഭാഷാ വിജ്ഞാൻ. അത്ര ബുദ്ധിമുട്ടില്ല എങ്കിലും, അത്രയും ബുദ്ധിമുട്ടില്ലെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പോർഷനാണ് ഇത്. ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേപ്പറും കൂടെ കഴിഞ്ഞാൽ പിന്നെയുള്ളത് വളരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പേപ്പറാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത് കേട്ട് മനസ്സിലാക്കാൻ. ജീവൻ അവർ കാവ്യക്കെ സംബന്ധ പർ പ്രകാശ് ഡാലി. ജീവിതവും അതുപോലെ കാവ്യം മാനെ കവിത നഹി ഹെ. കാവ്യം എന്ന് പറഞ്ഞാൽ കവിതയല്ല, പിന്നെന്താണ്? സമ്പൂർണ്ണ സാഹിത്യക്കോ കാവ്യ കഹലാത്ത, അല്ലേ? മൊത്തത്തിലുള്ള എല്ലാ സാഹിത്യത്തെയും കാവ്യം എന്ന് പറയുന്നു. ഇവിടെ ഈ കാവ്യം അല്ലെങ്കിൽ സാഹിത്യവും ജീവിതവും തമ്മിലുള്ള ബന്ധം എന്നാണ്. ജീവൻ അവർ കാവ്യക്കാ സംബന്ധ ബഡാ സൂക്ഷ്മ ഹെ. ജീവിതവും കാവ്യവും തമ്മിലുള്ള ബന്ധം വളരെ മൈന്യൂട്ടാണ്, വളരെ സൂക്ഷ്മമാണ്. എങ്കിലും ഫിർ ഭി ബഡാ വ്യാപക് ഹെ. തമ്മിലുള്ള ബന്ധം വളരെ സൂക്ഷ്മമാണ്, എങ്കിൽ കൂടിയും വിശാലവുമാണ്. അതെങ്ങനെയാണെന്ന് പറയുന്നത്. കാവ്യക്കെ അഭാവമേ ഹമാര ജീവൻ വാസ്തവിക ജീവൻ നഹി ഹെ. കാവ്യമില്ല എങ്കിൽ നമ്മുടെ ജീവിതം യഥാർത്ഥ ജീവിതം അല്ല. അതായത് നമ്മുടെ ജീവിതം യഥാർത്ഥ ജീവിതമാകണമെങ്കിൽ അതിനെന്ത് വേണം? കാവ്യം, നമ്മുടെ ജീവിതത്തിൽ സാഹിത്യം വേണം എന്നാണ്. विज्ञान के इस युग में भी काव्य के द्वारा हमारी भौतिक समस्याओं का यथार्थवादी समाधान मिलता है. विज्ञान के इस युग में, आज का യുഗ് തോ വിജ്ഞാൻ കാ യുഗ് ഹെ, അല്ലേ? ഇന്നത്തെ യുഗം എന്നുള്ളത് ശാസ്ത്രത്തിൻ്റെ യുഗമാണ്. അതിൽ കാവ്യത്തിലൂടെ നമ്മുടെ ഈ ശാസ്ത്രയുഗത്തിലാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ ശാസ്ത്രയുഗത്തിലും എന്താണ്, കാവ്യത്തിലൂടെ നമ്മുടെ ഭൗതികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, അല്ലേ? ഭൗതികം എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും യഥാർത്ഥത്തിലുള്ള പരിഹാരം നമുക്ക് കിട്ടുന്നു. ശാസ്ത്രയുഗത്തിലാണെങ്കിൽ കൂടിയും സാഹിത്യത്തിലൂടെ നമ്മുടെ ഭൗതികമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും സമ്പൂർണമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള പരിഹാരം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. വിജ്ഞാൻ കെ ദാനവീ സ്വരൂപ് ദ്വാര. വിജ്ഞാൻ കൈസാ ഹെ? ഉസ്കാ സ്വരൂപ് ദാനവീ സ്വരൂപ് ഹെ, രാക്ഷസി സ്വരൂപ് ഹെ. ശാസ്ത്രത്തിൻ്റെ രാക്ഷസീയമായിട്ടുള്ള ഘടനയാണ്. അതായത് ശാസ്ത്രം എപ്പോഴും രാക്ഷസീയമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു. ഉദാഹരണത്തിന് ബോംബ് നിർമ്മാണമൊക്കെ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണല്ലോ. അതുകൊണ്ടാണ് അതിനെ ദാനവീ സ്വരൂപം എന്ന് പറയുക. അതിലൂടെ സത്യനാശിക്കെ മണ്ഡരാത്തെ മേഘോങ്കോ, സർവനാശത്തിൻ്റെ മേഘങ്ങളെ, സർവനാശമാകുന്ന മേഘങ്ങൾ, നമ്മുടെ ചുറ്റും ഉരുണ്ടുകൂടി വരുന്ന സർവനാശമാകുന്ന മേഘങ്ങളെ. നമുക്കറിയാം, ബോംബ് സ്ഫോടനം അല്ലെങ്കിൽ ബോംബ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ബോംബ് വർഷം നടന്നു കഴിഞ്ഞാൽ എല്ലാം നശിക്കുകയാണ്. അല്ലെങ്കിൽ ബോംബ് വർഷിക്കും എന്ന് നമുക്കറിയുമ്പോൾ നമ്മുടെ തലയ്ക്ക് ചുറ്റും വിനാശത്തിൻ്റെ മേഘങ്ങളായിരിക്കും വട്ടമിട്ട് നടക്കുക, അല്ലേ? വട്ടമിട്ട് പറക്കുക. അങ്ങനെയുള്ള മേഘങ്ങളെപ്പോലും, വിനാശത്തിൻ്റെ മേഘങ്ങളെപ്പോലും കല്യാണ ഓർ പ്രേമഭാവനക്കെ ഛോങ്കേസെ, നന്മയുടെയും സ്നേഹഭാവനയുടെയും കാറ്റുകൊണ്ട്, ചോങ്ക എന്ന് പറഞ്ഞാൽ കാറ്റുകൊണ്ട് ഉടാ സക്കിനെ, അതിനെ ഇല്ലാതാക്കി കളയാൻ, പറത്തിക്കളയാൻ സാധിക്കും എന്നാണ്. ശാസ്ത്രത്തിൻ്റെ രാക്ഷസീയ സ്വരൂപത്തിലൂടെ സത്യനാശത്തിൻ്റെ, സർവനാശത്തിൻ്റെ മേഘങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന സമയത്ത് ആ മേഘങ്ങളെ എന്ത് ചെയ്യുന്നു? ചോങ്കോസെ, കൊടുങ്കാറ്റ് പോലെ വന്നിട്ട് ഉടാ സക്കിനെ, അതിനെ നശിപ്പിച്ച് കളയാനുള്ള കഴിവ് ആർക്കുണ്ട്? കാവ്യത്തിനുണ്ട്. അത് ഏതെല്ലാം തരത്തിലാണ്? കല്യാൺ ഓർ പ്രേമഭാവനക്കെ ചോങ്കേസെ. സാഹിത്യത്തിൻ്റെ നന്മയുടെയും പ്രേമഭാവനയുടെയും കൊടുങ്കാറ്റുകൊണ്ട് ഈ വിനാശത്തിൻ്റെ മേഘങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവ് കാവ്യത്തിനുണ്ട്. അല്ലെങ്കിൽ ഉൻസേ അമൃത ബൂന്തോങ്കി വർഷ കരാനേക്ക് ക്ഷമത സാഹിത്യ ഓർ കാവ്യമേഹി ഹേ. എന്താണ്? ഈ സാഹിത്യത്തിൽ നിന്ന് അമൃത ബൂന്തോങ്കി വർഷ കരാനേക്ക് ക്ഷമത, അമൃത ബിന്ദുക്കളെ വർഷിപ്പിക്കാനുള്ള ഒരു കഴിവ് സാഹിത്യത്തിലും
കാവ്യത്തിനുമൊക്കെ ഉണ്ടെന്നാണ്. ആ മേഘങ്ങളെയൊക്കെ ഇല്ലാതാക്കിയിട്ട് അതിന് പകരം അമൃത തുള്ളികളെ പൊഴിക്കാനുള്ള ഒരു കഴിവ് സാഹിത്യത്തിനും കാവ്യത്തിനും ഉണ്ട്. इस प्रकार मानवता की पहचान के लिए हृदय का विस्तार करना और अनुभूति की भाषा को समझाना साहित्य और काव्य द्वारा हो सकता है. ഇപ്രകാരം മനുഷ്യത്വത്തെ തിരിച്ചറിയുക അല്ലെങ്കിൽ മനുഷ്യത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഹൃദയത്തെ വിശാലമാക്കാനും അനുഭൂതിക്ക് അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളുടെ ഭാഷയെ മനസ്സിലാക്കിക്കാനും സാഹിത്യത്തിന് സാധിക്കും, അല്ലെങ്കിൽ കാവ്യത്തിന് സാധിക്കുക തന്നെ ചെയ്യും. മനുഷ്യത്വത്തിനെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കാനും അനുഭവങ്ങൾക്ക് അനുഭൂതിയാകുന്ന ഭാഷയെ നമുക്ക് മനസ്സിലാക്കി തരാനും സാഹിത്യത്തിന് സാധിക്കും എന്നാണ്. കാവ്യ മാനവ് ജീവൻ की असफलता और निराशा दशा में आशा का संचार करता है. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ പല പരാജയങ്ങൾ സംഭവിക്കാം, നിരാശ സംഭവിക്കാം. ഈ അവസ്ഥയിൽ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ നൽകാൻ കഴിവുള്ള ഒന്നാണ് കാവ്യം. ജിൻ ശ്രേഷ്ഠ और പവിത്ര സിദ്ധാന്തവും ശ്രേഷ്ഠമായ പവിത്രമായിട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ അതിനെ മനീഷിയോं ने समाज और धर्मशास्त्रों में निरूपण किया है. നമ്മുടെ പൂർവികരായിട്ടുള്ള ബുദ്ധിജീവികൾ ഏതെല്ലാം ശ്രേഷ്ഠമായിട്ടുള്ള പവിത്രമായിട്ടുള്ള സിദ്ധാന്തങ്ങളെ സമൂഹത്തിലും അതുപോലെ ധർമ്മശാസ്ത്രങ്ങളിലും ഒക്കെ നിരൂപണം ചെയ്തിട്ടുണ്ടോ, ഉനെ ജീവന്മേം ഉതാർ ദേനേക്കാ ശ്രേയ്, അവയെ ആ സൽഗുണങ്ങളെ, ആ നല്ല ശ്രേഷ്ഠമായ പവിത്രമായിട്ടുള്ള സിദ്ധാന്തങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആ ഒരു ക്രെഡിറ്റ് അല്ലെങ്കിൽ ആ ഒരു മഹത്വം കാവ്യത്തിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചില ശ്രേഷ്ഠമായിട്ടുള്ള പവിത്രമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ നമ്മുടെ സമൂഹത്തിലും അതുപോലെ ധർമ്മശാസ്ത്രങ്ങളിലുമൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അവയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഏതാണ്? അത് സാഹിത്യത്തിലൂടെയാണ്. വഹു ഇൻകെ അനുരൂപ് ഹമാരെ സംസ്കാർ ബനാത്താ ഹെ. ആ നല്ല നല്ല ഗുണങ്ങളും ധർമ്മശാസ്ത്രങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന സമൂഹത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആ നല്ല നല്ല ഗുണങ്ങളെ എന്ത് ചെയ്യുന്നു? നമുക്ക് പലതരത്തിലുള്ള സംസ്കാരങ്ങളെ ഉണ്ടാക്കി തരുന്നു. വൈയക്തിക സുഖദുഃഖവും സാമാജിക സുഖദുഃഖ രൂപദേന കാവ്യക്ക് വിശേഷത. വ്യക്തിപരമായിട്ടുള്ള സുഖദുഃഖങ്ങളെ സമൂഹത്തിലുള്ള സുഖദുഃഖമാക്കി സുഖദുഃഖത്തിൻ്റെ രൂപത്തെ നൽകുക എന്നുള്ളതും കാവ്യത്തിൻ്റെ വിശേഷതയാണ്. കാരണം വ്യക്തിപരമായിട്ടുള്ള സുഖം, ഒരാളുടെ സുഖദുഃഖങ്ങൾ തന്നെ പോലെയുള്ള സുഖങ്ങളും ദുഃഖങ്ങളും മറ്റുള്ള ജീവികളും അനുഭവിക്കേണ്ടതാണ് അല്ലെങ്കിൽ അനുഭവിക്കുന്നതാണ് എന്നുള്ള ആ ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ടാക്കുക എന്നുള്ളതും കാവ്യത്തിൻ്റെ പ്രത്യേകതയാണ്. അതഹ സമാജ് ഭാവന और ചേതന കോ ബനാന ബിഗാഡന കാവ്യക്കാഹി കാം ഹെ. അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഭാവനയെ, സമൂഹത്തിൻ്റെ ബോധാവസ്ഥയെ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ളതൊക്കെ കാവ്യത്തിൻ്റെ ജോലിയാണ്. നല്ല കാവ്യത്തിലൂടെ നമുക്ക് സാമൂഹ്യ ഭാവനയും ചേതനയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചീത്ത കാവ്യങ്ങളിലൂടെ ഇതിനെയൊക്കെ നശിപ്പിക്കാനും സാധിക്കും എന്നാണ്. കാവ്യ മരണശീൽ വ്യക്തിയും കോപി അമർ ബനാക്കർ സുരക്ഷിത് രക്താഹി. മരിക്കാൻ പോകുന്ന വ്യക്തികൾക്ക് പോലും അവരെ അനശ്വരന്മാരാക്കി, അവർ മരിക്കാതെ സുരക്ഷിതമാക്കി വയ്ക്കാൻ കഴിവുള്ള ഒന്നാണ് ഇത് കാവ്യം. അതായത് സജീവമാക്കുന്നു, നിർജീവമായിട്ടുള്ള മനുഷ്യനെ പോലും സജീവമാക്കാൻ കഴിവുള്ളത് കാവ്യത്തിന് മാത്രമേ ഉള്ളൂ എന്നാണ്. പ്രാചീന മഹാപുരുഷോं को हमारे बीच आज भी जीते जागते रूप में चित्रित करना काव्य का ही काम है. പ്രാചീന മഹാപുരുഷന്മാർ നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നത് പോലെ ചിത്രീകരിക്കാൻ കഴിയുന്നത് കാവ്യത്തിന് മാത്രമേ സാധിക്കുള്ളൂ. എത്രയോ മഹാപുരുഷന്മാർ മൺമറഞ്ഞു പോയി, അല്ലേ, മരിച്ചുപോയി. അവരെയൊക്കെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ സജീവമാക്കി നിലനിർത്താൻ കഴിയുന്നത് കാവ്യത്തിന് മാത്രമേ പറ്റുള്ളൂ എന്നാണ്. അതഹ മാനവ ഗുണോं को साकार और सजीव रूप में करने वाले काव्य का मूल्य कोई भी आंका नहीं सकता. അതുകൊണ്ട് മനുഷ്യഗുണങ്ങളെ മനുഷ്യഗുണങ്ങൾക്ക് രൂപം നൽകുന്നതും സജീവമാക്കി മാറ്റുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്ന കാവ്യത്തിന് മനുഷ്യഗുണങ്ങളെ രൂപപ്പെടുത്താനും സജീവമായിട്ടുള്ള അവസ്ഥയിൽ എത്തിക്കാനും
കഴിവുള്ള കാവ്യത്തിൻ്റെ മൂല്യത്തെ ആർക്കും തന്നെ അളക്കാൻ പറ്റില്ല. ജീവൻ മേം ഉസ്കെ ജീവൻ മേം ഉസ്കി ഉപയോഗിത മഹത്വപൂർണ്ണ ഹെ. ജീവിതത്തിൽ അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം ജീവിതത്തിൽ കാവ്യത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. काव्य निराकार പദാർത്ഥവും ഭാവവും और വിചാരവും को സാകാർ और സജീവ बनाता है. കാവ്യം എന്ത് ചെയ്യുന്നു? ആകൃതിയില്ലാത്ത പദാർത്ഥങ്ങൾക്കും ഭാവങ്ങൾക്കും ആശയങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യുന്നു? സാകാർ और സജീവ बनाता है. രൂപവും സജീവവും ആക്കി മാറ്റുന്നു. ആകൃതിയില്ലാത്ത പല പദാർത്ഥങ്ങൾക്കും ഭാവങ്ങൾക്കും ആശയങ്ങൾക്കും ഒക്കെ രൂപം നൽകുന്നതും അതിനെ സജീവമാക്കി നിലനിർത്തുന്നതും കാവ്യമാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളായിട്ട് സ്നേഹം നമുക്ക് അനുഭവിച്ചറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് രൂപം നൽകാൻ ആർക്ക് സാധിക്കും? പല കവികളുടെ വർണ്ണനയിലൂടെ പ്രേമത്തിന് ഒരു രൂപം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. നമുക്കല്ല, കവികൾക്ക്. जीवन के यथार्थ रूप की धारा को अक्षुण्ण और पूर्ण रूप से प्रभावित करते रहना काव्य का ही कार्य है. ജീവിതത്തിലുള്ള യഥാർത്ഥ രൂപത്തെ, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ, യഥാർത്ഥ രൂപങ്ങളാകുന്ന ആ ഒഴുക്കിനെ അക്ഷുണ്ണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാതെ നിലനിർത്താനും അതിനെ പൂർണ്ണ രൂപസെ പ്രഭാവിത കർത്തരഹിത പൂർണ്ണമായിട്ടും അതിനെ സ്വാധീനിപ്പിച്ച് അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനും കഴിയുന്നത് കാവ്യത്തിൻ്റെ പ്രവൃത്തിയാണ്. കാവ്യക്ക് വ്യാപക്ത അസീം ഹെ. കാവ്യത്തിൻ്റെ ആ വിശാലത എന്ന് പറയുന്നത് അതിനൊരു ലിമിറ്റില്ല. കാവ്യത്തിൻ്റെ ആ വിശാലത നമുക്ക് ഒരിടത്ത് തളച്ചിടാൻ പറ്റില്ല, അതിനൊരു പരിധിയില്ല. കിസി ഭി ദേശ് ജാതി അഥവാ യുഗ കാ കാവ്യ സമസ്ത മാനവതാ കോ പ്രഭാവിത കർനെ കി ശക്തി രഖ്ത ഹെ. ഏതെങ്കിലും ഒരു ദേശത്തിലെ, ഏതെങ്കിലും ഒരു ജാതിയിലെ, ഏതെങ്കിലും ഒരു യുഗത്തിലെ കാവ്യം സമസ്ത മാനവതാക്കോ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സ്വാധീനിപ്പിക്കാനുള്ള അപാരമായിട്ടുള്ള ശക്തിയുണ്ട്. ഇപ്പം നോക്കൂ, മഹാഭാരതം, രാമായണം അല്ലേ, അത് ഏതോ ഒരു കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഏതോ ഒരു യുഗത്തിലെ സംഭാവനയാണ്. പക്ഷെ അതൊക്കെ എല്ലാ മനുഷ്യരെയും എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കപ്പെടുന്നു. ഒഡീസി എന്നുള്ള കൃതിയൊക്കെ ഗ്രീക്ക് അല്ലേ, അല്ല ഗ്രീക്കിലുള്ള പല കഥകളും അല്ലേ, നോവലുകളും ഒക്കെ സമ്പൂർണ്ണ മനുഷ്യരാശിക്ക് ഉപയോഗപ്പെടുന്നതാണ്. अतः देश, राष्ट्र, जाति, वर्ग की संकीर्ण भावनाओं की परिधि से बाहर विश्वव्यापी मानवता की भावना के विकास के लिए काव्य का कार्य महत्वपूर्ण है. അതുകൊണ്ട് ഒരു വിശാലമായിട്ടുള്ള രാജ്യം, ഒരു രാഷ്ട്രം, ജാതി, വർഗം ഇവയുടെയൊക്കെ സങ്കീർണമായിട്ടുള്ള ഭാവനകളുടെ പരിധിയിൽ നിന്ന് പുറത്തു വന്നിട്ട്, പരിധി കടന്നിട്ട് വിശ്വവ്യാപി മാനവതാക്കി ഭാവനാക്കി വികാസ്കലി, ലോകവ്യാപകമായിട്ടുള്ള മാനവികതയുടെ ഭാവന, മാനവികതയുടെ ചിന്താഗതിയുടെ വികാസത്തിന് കാവ്യത്തിൻ്റെ പ്രവർത്തനം വളരെ മഹത്വമുള്ളതാണ്. അതഹ കവി യാ സാഹിത്യകാർക്ക് സമ്മാൻ കെ കോയി സീമ നഹി ഹെ. അതുകൊണ്ട് കവി അല്ലെങ്കിൽ സാഹിത്യകാരനെ റെസ്പെക്റ്റ് ചെയ്യുക, അത് ഒരിക്കലും അതിനൊരു പരിധി വയ്ക്കാൻ പറ്റില്ല. അതായത് നല്ല നല്ല കൃതികൾ എഴുതുന്ന കവിയെ അല്ലെങ്കിൽ സാഹിത്യകാരനെ നമുക്കെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യേണ്ടി വരും. അവർക്ക് കൊടുക്കുന്ന ബഹുമാനത്തിന്, ആദരവിന് ഒരു പരിധി ഇല്ല. കാവ്യ സമസ്ത മാനവതാക്കി സമ്പത്തി, സമ്പൂർണ്ണ മനുഷ്യൻ്റെയും സമ്പത്താണ് ഇത് കാവ്യം എന്ന് പറയുക. കാവ്യ ബാഹ്യ ജഗത്ത് കെ സാത്ത് സാത്ത് ഹമാരെ ഭീതർ കെ മാനസ് ജഗത്ത് കാവ്യ ചിത്രൻ പ്രസ്തുത് കർത്ത ഹെ. കാവ്യം എന്നുള്ളത്, സാഹിത്യം എന്ന് പറയുന്നത് ബാഹ്യ ജഗത്ത് കെ സാത്ത് സാത്ത്, ബാഹ്യ ലോകത്തോടൊപ്പം തന്നെ ഹമാരെ ഭീതർ കെ മാനസ് ജഗത്ത് കാവ്യ ചിത്രൻ പ്രസ്തുത് കർത്ത ഹെ. ബാഹ്യ ജഗത്തിനെ പറ്റി വർണ്ണിക്കുന്നതോടൊപ്പം മനുഷ്യൻ്റെ മനസ്സാകുന്ന ലോകത്തെ പറ്റിയും ചിത്രീകരിക്കാൻ കാവ്യത്തിന് സാധിക്കും. ബാഹ്യ ലോകത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സാകുന്ന ലോകത്തെ പോലും ചിത്രീകരിക്കാനുള്ള കഴിവ് കാവ്യത്തിനുണ്ട്. ഇസ്കെ ദ്വാര അന്തസ്കാ രഹസ്യ ഉദ്ഘാടിത് കർത്ത ഹെ. അന്തസ്കാ രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള
രഹസ്യങ്ങളെയൊക്കെ പ്രകടിപ്പിക്കാനുള്ള, പുറത്തേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് കാവ്യത്തിന് ഉണ്ട്. മനുഷ്യൻ്റെ മനസ്സിലുള്ള വികാരങ്ങൾ, മാനസിക വികാരങ്ങൾ, മനോവികാരങ്ങൾ, അതിനെ പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് കാവ്യത്തിനുണ്ട്. ഉദാഹരണത്തിന് ആചാര്യ രാമചന്ദ്ര ശുക്ലിൻ്റെ ചിന്താമണി എന്നുള്ള ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിയാൽ അറിയാം. അതിൽ എത്ര 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 ഭാവം, മനോവികാരത്തെ പറ്റി, കരുണ, ഭയ്, അല്ലേ, അതുപോലെയുള്ള ചിന്ത, ഇങ്ങനെ പറയുന്ന പല തരത്തിലുള്ള മനോവികാരങ്ങളുണ്ട് അതിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരാനുള്ള കഴിവ് കാവ്യത്തിനേ പറ്റുള്ളൂ. വാ ഹമാരെ ജീവൻ കോ സദൈവ് നയി നയി പ്രേരണയും ദേത്താ രഹത്താ ഹെ. കാവ്യം എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പുതിയ പുതിയ പ്രേരണകൾ, നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള പല പുതിയ കാര്യങ്ങളും പ്രേരണകളും കാവ്യം തന്നുകൊണ്ടേയിരിക്കും. അതഹ കാവ്യ കാ ഹമാരെ ജീവൻ മേ ബഡാ പ്രഭാവ് അവർ ശാശ്വത മഹത്വ ഹെ. അതുകൊണ്ട് കാവ്യത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. കാവ്യം അത്രത്തോളം ശാശ്വതമായിട്ടുള്ള മഹത്വമുള്ള ഒന്നാണ്. കാവ്യ കാ വിഷയ് അവർ വസ്തു ഭി ജീവൻ ഹി ഹെ. കാവ്യത്തിൻ്റെ വിഷയം തന്നെ, കാവ്യത്തിൻ്റെ വസ്തു തന്നെ, വസ്തു എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ തന്നെ, ഇതിവൃത്തം തന്നെ ജീവിതം തന്നെയാണ്. ജീവിതം ഇല്ലെങ്കിൽ നമുക്ക് കാവ്യം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ കാവ്യത്തിന് ആവശ്യമായിട്ടുള്ള പ്ലോട്ട് കിട്ടുന്ന എവിടെ നിന്നാണ്? അത് ജീവിതത്തിൽ നിന്നാണ്. വാസ്തവിക ജീവൻ और जगत की भूमि पर ही काव्य के काल्पनिक जीवन का प्रसार और विकास होता है. യഥാർത്ഥ ജീവിതം, യഥാർത്ഥ ലോകം, അതിൻ്റെ പ്രതലത്തിൽ, വാസ്തവിക ജീവൻ और जगत की भूमि पर, യഥാർത്ഥ ജീവിതത്തിൻ്റെയും ലോകത്തിൻ്റെയും ആ പ്രദേശത്ത്, ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കാവ്യക്ക് കാൽപ്പനിക ജീവൻ കാ പ്രസാർ और വികാസ് ഹോത്താ ഹെ. കാവ്യത്തിൻ്റെ കാൽപ്പനികമായിട്ടുള്ള ജീവിതത്തിൻ്റെ പ്രസാരണവും വികാസവും സംഭവിക്കുന്നു. അതായത് യഥാർത്ഥ ജീവിതത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് കാവ്യ ജീവിതം, അല്ലെങ്കിൽ കാവ്യത്തിൻ്റെ കാൽപ്പനികമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവൻ കി ധർത്തി ചോടിനെ പർ, ജീവിതത്തിൻ്റെ ഭൂമി വിട്ടാൽ കാവ്യ കാ പ്രഭാവ് ഭി സമാപ്ത് ഹോ ജാത്താ ഹെ. ജീവിതം എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം വിട്ടുപോയാലോ കാവ്യത്തിൻ്റെ സ്വാധീനം തന്നെ ഇല്ലാതായി പോകുന്നു. അതഹ കാവ്യ കാ ജീവൻ സേ ഘനിഷ്ഠ സംബന്ധ ഹെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കാവ്യം എന്ന് പറയുന്നത് ജീവിതവുമായിട്ട് അത്ര ഉറ്റ ബന്ധം ഉള്ളതാണ്. ജീവിതത്തെ വിട്ടിട്ട് കാവ്യത്തിന് നിലനിൽപ്പില്ല. അതുപോലെ കാവ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനും വേണ്ട നിലനിൽപ്പില്ല എന്നാണ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എസ്സേയാണ്. നമ്മൾ കാവ്യം എന്ന് പറഞ്ഞല്ലോ, ആ കാവ്യം എന്ന് പറയുമ്പോൾ സാഹിത്യത്തിന് മൊത്തത്തിൽ കാവ്യം എന്ന് പറയുന്നത്, അത് പല ടൈപ്പുണ്ട്, പല ടൈപ്പ് കാവ്യങ്ങളുണ്ട്. കാവ്യത്തിൻ്റെ ഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ പിരിവുകൾ, ഏതെല്ലാം ടൈപ്പിലുള്ള കാവ്യങ്ങളുണ്ട് അത് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്നാണ്. കാവ്യ ജീവൻ और സത്യ के किसी स्वरूप का आकर्षक और सजीव चित्रण है. കാവ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെയും സത്യത്തിൻ്റെയും ഏതെങ്കിലും ഒരു സ്വരൂപത്തിൻ്റെ, ഏതെങ്കിലും ഒരു സ്വരൂപത്തിൻ്റെ ആകർഷകവും സജീവവുമായിട്ടുള്ള ചിത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ സത്യം, ജീവിതത്തെ പറ്റിയും സത്യത്തെയും പറ്റി, ജീവിതത്തിൻ്റെയും സത്യത്തിൻ്റെയും ഏതെങ്കിലും ഒരു രൂപത്തിൻ്റെ ആകർഷകവും സജീവവുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഏതിലാണ്? കാവ്യത്തിലാണ്. അതായത് നമ്മുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും പക്ഷത്തെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെ സജീവമായിട്ട് ചിത്രീകരിക്കുന്ന ഒന്നാണ് ഏത്? കാവ്യം. किसी രമണീയ अर्थ को प्रकट करने वाली ശബ്ദ കല ഹെ കാവ്യ. ഏതെങ്കിലും രമണീയമായിട്ടുള്ള അർത്ഥത്തെ പ്രകടിപ്പിക്കുന്ന ശബ്ദകല, ശബ്ദത്തിൻ്റെ ആർട്ട്, അതിനാണ് നമുക്ക് കാവ്യം എന്ന് പറയുക. വാക്കുകൾ കൊണ്ടുള്ള ആർട്ടാണ് ഏത്? കാവ്യം. പക്ഷെ അതിൽ നിന്ന് രമണീയമായിട്ടുള്ള അർത്ഥം ഉണ്ടാവുകയും വേണം. काव्य में कल्पना और अनुभूति के माध्यम से गृहीत सत्य का निरूपण किया जाता है. കാവ്യത്തിൽ കൽപ്പനയിലൂടെയും അനുഭവത്തിലൂടെയും നേടിയെടുത്ത സത്യത്തെ, കവിയുടെ കൽപ്പനയിലൂടെയും കവിയുടെ
ഈ അനുഭൂതിയുടെയും സഹായത്താൽ അയാൾ നേടിയെടുത്ത, ആ സാഹിത്യകാരൻ നേടിയെടുത്ത സത്യത്തെ നിരൂപിക്കുന്ന അല്ലെങ്കിൽ പ്രതിപാദിക്കുന്ന ഒന്നാണ് ഇത് കാവ്യം എന്നുള്ളത്. परंतु इसके साथ ही साथ उसकी അഭിവ്യഞ്ജനാഗത് വിശേഷതാപി മഹത്വരക്തി. പക്ഷെ അതോടൊപ്പം തന്നെ കാവ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് അഭിവ്യഞ്ജനാഗത് വിശേഷതയാണ്. അത് വാക്കുകളൊക്കെ ഉണ്ട്, ഭാവനയുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനെ പ്രകടിപ്പിക്കുക, അത് നല്ല രീതിയിൽ വായനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്നുള്ള വിശേഷത കാവ്യത്തിന് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. എല്ലാ ആശയങ്ങളും ഉണ്ട്, പക്ഷെ അതിനെ മനസ്സിലാക്കത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം? വ്യക്തമാക്കാനുള്ള ഒരു പ്രത്യേക വിശേഷത ഈ കാവ്യത്തിന് ഉണ്ട്. കാവ്യ ഏക രചനാ ഹേ സൃജൻ ഹേ. കാവ്യം എന്നുള്ളത് ഒരു രചനയാണ്, ഒരു സൃഷ്ടിയാണ്. കാവ്യ പ്രതിഭാസമ്പന്ന മാനവയ്ക്ക് ശബ്ദഗത സുന്ദർ സൃഷ്ടി ഹേ. സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ശബ്ദം കൊണ്ടുള്ള, വാക്കുകൾ കൊണ്ടുള്ള സുന്ദരമായിട്ടുള്ള സൃഷ്ടിയാണ് കാവ്യം എന്നുള്ളത്. എല്ലാവർക്കും കാവ്യം എഴുതാൻ പറ്റില്ലല്ലോ, അല്ലേ? സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അയാൾ വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യും? അതിമനോഹരമായിട്ടുള്ള സൃഷ്ടി നടത്തും. ഇസീസെ യഹ് സാഹിത്യക്ക് സമസ്ത രൂപവും കി അപേക്ഷ അധിക രോചക് ഹെ. അതുകൊണ്ട് തന്നെ സാഹിത്യത്തിൻ്റെ എല്ലാ രൂപങ്ങളെ അപേക്ഷിച്ച് വളരെ രോചകം തന്നെയാണ് കാവ്യം എന്ന് പറയുന്നത്. കവി കവി സാഹിത്യ ശബ്ദ കാ പ്രയോഗ ഭി കാവ്യ കെ അർത്ഥമേ ഹോത്താ ഹെ. പലപ്പോഴും സാഹിത്യം എന്നുള്ള വാക്കിന് കാവ്യം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. കാവ്യക്ക് പ്രധാന ഭേദ ദോഹെ. കാവ്യൻ പ്രധാനമായിട്ട് കാവ്യൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പദ്യവും മറ്റൊന്ന് ഗദ്യവും. നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് പദ്യം, ഗദ്യം. ഇതൊക്കെ കാവ്യത്തിൻ്റെ 2 രൂപങ്ങളാണ്. ഛന്ദോബത്ത് രചന പദ്യ കഹലാത്തി ഹെ. വൃത്തത്തോടുകൂടിയുള്ള പദ്യം എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വൃത്താനുഷ്ഠിതം ആയിരിക്കണം. കവിത എഴുതാനുള്ള ചട്ടക്കൂടാണ് ഛന്ദം എന്ന് പറയുക. അപ്പം ഛന്ദസ്സോടുകൂടിയ, വൃത്തത്തോടനുബന്ധിച്ചുള്ള, വൃത്തവുമായി ബന്ധപ്പെട്ട് ഉള്ള രചനയാണ് പദ്യം. അവർ ഛന്ദഹീനി രചനാക്കോ ഗദ്യ കഹലാത്തി. വൃത്തമില്ലാത്ത രചനയ്ക്ക് ഗദ്യമെന്ന് പറയുന്നു. ഇന്നത്തെ പദ്യങ്ങൾക്ക് എന്തില്ല? വൃത്തമില്ല കേട്ടോ. ഇന്നത്തെ ഏറ്റവും നവീന കവിതകളൊക്കെ എടുത്തു നോക്കിയാൽ ഗദ്യ കവിത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിനൊരിക്കലും എന്തില്ല? വൃത്തമില്ല. ഇത് പണ്ട് കാലഘട്ടത്തിലുള്ള കാവ്യരൂപങ്ങളെ നോക്കിയിട്ടാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പദ്യമേ ഛന്ദോം കെ നിയമവും കാ പാലൻ ഹോത്താ ഹെ. പദ്യത്തിൽ വൃത്തങ്ങളുടെ നിയമങ്ങളെ പരിപാലിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഒരു ദോഹ എഴുതുകയാണ്. അതിൽ ദോഹയെ നമുക്ക് 4 വരിയാക്കി കണക്കാക്കിയാൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും ലൈനിൽ 13 അക്ഷരം, 13 മാത്ര എന്നാണ് പറയുക. പിന്നെ രണ്ടാമത്തെയും 4-ാമത്തെയും വരിയിൽ 11 മാത്ര വരണം. ഇതെല്ലാം ഇങ്ങനെ വരുന്ന പദ്യങ്ങൾക്കാണ് എന്ത് പറയുക? ഛന്ദം എന്ന് പറയുക. അപ്പോൾ ഛന്ദസ് എഴുതുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പദ്യങ്ങൾ എഴുതുമ്പോഴത്തേക്ക് ഈ വൃത്തത്തിൻ്റെ നിയമങ്ങളെ പരിപാലിക്കേണ്ടത് അനിവാര്യമാണ്. ഉസ്കെ അന്തർഗത് ഏക്ക് നിയമിത ഗതി യാ ലയ് കാ നിർവാഹ ഹോത്താ ഹെ. പദ്യം എഴുതുമ്പോൾ എപ്പോഴും എന്താണ്? ഒരു നിശ്ചിതമായിട്ടുള്ള ഗതിയും വേണം, ലയവും ഒക്കെ അതിലുണ്ടായിരിക്കണം. പദ്യം അങ്ങനെയാണ്, അല്ലേ? അതിന് ഗതിയും ലയവും ഒക്കെ വേണം. യഹ് ലയ് കാവ്യക്കോ വിലക്ഷൺ ആകർഷൺ. ലയമുണ്ടെങ്കിലോ കാവ്യത്തിന് അസാധാരണമായിട്ടുള്ള ആകർഷണം കിട്ടും, സംഗീതാത്മകത കിട്ടും. അവർ രമണീയ പ്രദാൻ കർത്തി ഹെ. അത് ഈ ഭംഗി പ്രദാനം ചെയ്യുന്നു. കാവ്യത്തിന് ലയമുണ്ടെങ്കിൽ, അല്ലേ? പദ്യങ്ങൾക്ക് ലയമുണ്ടെങ്കിൽ അസാധാരണമായിട്ടുള്ള ആകർഷണവും സംഗീതാത്മകതയും മനോഹാരിതയും ഒക്കെ അതിന് കിട്ടുന്നു. ഇതാണ് പദ്യത്തെപ്പറ്റി. ഇനി ഗദ്യത്തെപ്പറ്റി പറഞ്ഞാലോ, ഗദ്യമേ അർത്ഥക്ക് സ്വാഭാവികത കെ ലിയെ വ്യാകരൺ കെ നിയമം കാ പാലൻ ഹോത്താ ഹെ. എന്നാൽ ഗദ്യത്തിലാകട്ടെ അർത്ഥത്തിന് സ്വാഭാവികത കിട്ടാൻ വേണ്ടി വ്യാകരണ നിയമങ്ങളെ പാലിച്ചാലേ പറ്റുള്ളൂ. പദ്യത്തിന് വ്യാകരണ നിയമങ്ങളെ പാലിക്കേണ്ട ആവശ്യമില്ല, ഗദ്യത്തിന് വ്യാകരണ നിയമങ്ങളെയൊക്കെ പാലിക്കണം. പദ്യമേ യഹ് നിയം ശിഥിൽ ഹോ ജാത്താ ഹെ. പക്ഷെ പദ്യത്തിൽ ഈ നിയമം അത്ര നിർബന്ധമില്ല, അത് ശിഥിലമാണ്. എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ വ്യാകരണത്തെ നോക്കാം, ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ്. കഥാനക് യാ ക്രമബദ്ധത കെ ആധാർ പർ കാവ്യ 3 പ്രകാർ കെ ഹെ. കഥാനക് ഇതിവൃത്തം അല്ലെങ്കിൽ ക്രമബദ്ധത അനുസരിച്ച്. ക്രമബദ്ധത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം
500 പേജുള്ള ഒരു ഗ്രന്ഥമാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. രാമചരിതമാനസം എടുത്തു, ഒന്നാമത്തെ സർഗം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ അധ്യായം എടുത്തു നോക്കിയാൽ, ആ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ തുടർച്ച തന്നെയാണ് ഏറ്റവും അവസാനം വരെ പോവുക. അതിനാണ് ക്രമബദ്ധത എന്ന് പറയുക. അപ്പോൾ ക്രമബദ്ധതയെ ആസ്പദമാക്കിയിട്ട് കാവ്യം 3 തരത്തിലുണ്ട്. ഒന്ന് പ്രബന്ധ കാവ്യം, രാമായണം പോലെയുള്ള കഥ. നിബന്ധ് കാവ്യ, നിർബന്ധ്, മുക്തക് കാവ്യ. ഇനി ഇതൊക്കെ എന്താണെന്ന് ഇവിടെ പറയും, നോക്കൂ. ആദ്യം പ്രബന്ധ കാവ്യ. ഏക് പദ്യരചന ഹേ. പ്രബന്ധ കാവ്യം എന്താണ്? അത് പദ്യരചനയാണ്. ഇസ്കെ ഛന്ദ് കഥാസൂത്ര കി വ്യവസ്ഥ സേ പിരോയെ രഹിതേ ഹേ. ഇതിലുള്ള വൃത്തങ്ങൾ കഥാസൂത്രവുമായിട്ടുള്ള അല്ലെങ്കിൽ കഥയുടെ വ്യവസ്ഥകളുമായിട്ട് കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇതിലുള്ള കഥ ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു, വൃത്തങ്ങളൊക്കെ മാറി വരും. അപ്പോൾ ആ സമയത്ത് പരസ്പരം ഈ വൃത്തങ്ങൾ കോർത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഉസ്കെ ഛന്ദോം കെ ക്രം കോ ബദലാ നഹി ജാ സക്ത. അതിൻ്റെ വൃത്തങ്ങളെ ഒരിക്കലും, ആ വൃത്തത്തിൻ്റെ ക്രമത്തെ ഒരിക്കലും മാറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ സർഗത്തിൽ ഒരു വൃത്തമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആ ഒന്നാമത്തെ സർഗം തീരുന്നത് വരെ എന്ത് ചെയ്യണം, ആ ഛന്ദിൽ തന്നെ, ആ വൃത്തത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ പ്രബന്ധ കാവ്യം അതാണ്. അത് കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ പല വൃത്തങ്ങൾ കാണും. ഒരു വൃത്തം ഒരു സർഗത്തിൽ ഉപയോഗിച്ചാൽ അതിനിടയ്ക്കിടയ്ക്ക് മാറ്റാനായിട്ട് പറ്റില്ല. ഇനി പ്രബന്ധ കാവ്യത്തിന് 2 തരം ഉണ്ടെന്നാണ്. പ്രബന്ധ കാവ്യക്ക് 2 ഭേദ ഹേ. ഒന്ന് മഹാപ്രബന്ധം, മറ്റൊന്ന് ഖണ്ഡ് പ്രബന്ധ ഖണ്ഡകാവ്യ. അപ്പം അതിൽ ആദ്യം മഹാപ്രബന്ധം എന്താണെന്ന് നോക്കാം. മഹാകാവ്യം എന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്യാണ്. മഹാപ്രബന്ധമേ पूर्णता के साथ जीवन के विविध अंगों घटनाओं का विशद व्यापक और सजीव चित्रण होता है. മഹാപ്രബന്ധത്തിൽ പൂർണ്ണതയോടൊപ്പം ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളെയും സംഭവങ്ങളെയും വിശദമായിട്ടും വ്യാപകമായിട്ടും സജീവമായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട്. इसके लिए महाप्रबंध के नायक अथवा नायकों को उत्कृष्ट और उदात्त चरित्र का होना ആവശ്യക് ഹേ. അപ്പോൾ ഒരു മഹാപ്രബന്ധത്തിൽ വരുന്ന നായകനുണ്ടല്ലോ, ഒരു കഥയ്ക്ക് തീർച്ചയായിട്ടും ഒരു നായകൻ ഉണ്ടാവും. ആ നായകൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ നായകന്മാരുണ്ടാവും. അവരെ ഉത്കൃഷ്ടവും ഉദാത്തവുമായിട്ടുള്ള ക്യാരക്ടറാക്കേണ്ടതും ആവശ്യമാണ്. കാരണം ആ മഹാപ്രബന്ധത്തിലൊക്കെയുള്ള നായകന്മാരെ മറ്റുള്ളവർ എന്ത് ചെയ്യും, മനസ്സിൽ പ്രതിഷ്ഠിക്കും. അതുകൊണ്ട് ആ കഥാപാത്രങ്ങളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള ക്യാരക്ടറായിരിക്കണം. മഹാപ്രബന്ധക്ക് 3 ഭേദ ഹേ, പുരാൺ, ആഖ്യാൻ और ചരിത്. മഹാപ്രബന്ധന് പിന്നെ വീണ്ടും 3 തരംതിരിക്കാം. ഒന്ന് പുരാണ്, മറ്റൊന്ന് ആഖ്യാൻ, മൂന്നാമത്തത് ചരിത്. അപ്പോൾ ഇതിൽ നമുക്കിനി ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം, അല്ലെങ്കിൽ അത് തീരില്ല. അപ്പോൾ നോക്കൂ, പ്രബന്ധ